ഇപ്പോൾ ഞാനൊരു ടെസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് ആരിഫ്സ് ജിഹാദി ഡിറ്റക്ഷൻ ടെസ്റ്റ് എന്നാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നിൽ ഞാനത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നിങ്ങൾ മുന്നിൽ ആളുകൾ ചോദിക്കാറുണ്ട്, ലവ് ജിഹാദൊക്കെ വലിയ വിഷയമാണല്ലോ, അപ്പോൾ നിങ്ങളൊരു ഈ വിഷയമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് പ്രണയിക്കാൻ കഴിയില്ല. ഒരു മുസ്ലിം പുരുഷനെ ഒരു അമുസ്ലിമായിട്ടുള്ള മറ്റൊരു സ്ത്രീ പ്രണയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ ഇന്നിപ്പോൾ ഈ ലവ് ജിഹാദ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അത് ജെന്യുവനായിട്ടുള്ള പ്രണയമാണെങ്കിൽ പോലും അത് നടക്കുന്നില്ല. അവിടെ ഒരു മത പരിവർത്തനത്തിൻ്റെ ഒരു ശ്രമം വരുന്നു, ഒരു കൺവേർഷൻ ജിഹാദ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കാറില്ല, നമ്മളതിനെ വിളിക്കുക കൺവേർഷൻ ജിഹാദ് എന്നാണ്. അത് മതം മാറ്റണം എന്നൊരു ഉദ്ദേശത്തിൽ തന്നെ പ്രണയിക്കുക, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. കല്യാണം കഴിക്കേണ്ട സമയമാകുമ്പോൾ മതമാറ്റത്തിന് നിർബന്ധിക്കുക, ഇത് നടക്കുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഇനി കേരള സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾ മൂവിയിൽ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഇത് ഉള്ള കാര്യമാണ്. അത് കേരള സ്റ്റോറി പറഞ്ഞാൽ അത് ഉള്ളതാണ് നമ്മൾ സമ്മതിക്കാൻ കഴിയണം. അതിന് പകരം അത് അങ്ങനെ ഇട്ടാൽ എങ്ങനെ ശരിയാവാന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ കുറേ സ്നോ ഫ്ലേക്സ് കുറേ ആളുകളുണ്ട് ഇവിടെ. കുറേ കേരളം എന്ന് പറയുന്ന അത്രയും കേരളത്തിൽ നല്ലത് മാത്രമല്ല, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ആരും ചിന്തിക്കില്ല എന്നൊക്കെയാണ്. അതെ, കേരളത്തിൽ നല്ലതുണ്ട് ഇല്ലാന്നല്ലല്ലോ നമ്മൾ പറയണത്. കേരളത്തിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് ചെറുതാണെങ്കിലും ശരി, അത് നമ്മൾ അഡ്രസ് ചെയ്യല്ലേ വേണ്ടത്. അതിനൊരു മൂവി ഒരു സഹായകമാവുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. അതിന് തടയുന്ന എന്തിനാന്ന് നമ്മൾ ചോദിക്കുന്നത് അല്ലേ. ഇനി ഇപ്പോൾ ഒരു കള്ളന്മാർ വളരെ ഒരു വ്യാപകമായിട്ടുള്ളൊരു സ്ഥലമാണ് കേരളം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു കേരള സ്റ്റോറി എന്ന് വരുമ്പോൾ നമ്മൾ ഇതിനെ തടയോ? ഇല്ല. അപ്പോൾ അത് എങ്ങനെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ നിൽക്കുക. മതമാണ് പ്രശ്നം. അതെ, അപ്പോൾ ഇവിടെ ചില പ്രശ്നങ്ങൾ വരികയാണ്. അപ്പോൾ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ഇത് ചർച്ചയാകണം, ഇത് ആളുകൾ പോകണം. അപ്പോൾ അതിനാണ് ഞാൻ ഈ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരനോ പ്രണയിക്കുന്ന ആളോ ഒക്കെ ഇതേപോലെ ഒരു ജിഹാദി മൈൻഡ് സെറ്റിലാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ട്. അത് അറിയാനൊരു വഴിയുണ്ട്, ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഒരു 3-4 സ്റ്റെപ്പേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ അമുസ്ലിമായ വ്യക്തി നിങ്ങളുടെ സ്വന്തം മതം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള സാധനത്തെ നിങ്ങൾ ആദ്യം വിമർശിക്കുക. സപ്പോസ് അത് ശിവനാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ശിവനെ നിങ്ങളൊന്ന് വിമർശിക്കുക. ശിവനൊക്കെ എന്തായി കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ, ഇത് പാമ്പിൻ്റെ ഒക്കെ കഴുത്തിലിട്ടിട്ട് നടക്കുക, ഇതൊക്കെ വളരെ ഇതൊക്കെ എങ്ങനെയൊരു നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഒരു ദൈവം എന്ന് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ ആ ആളോട് അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ അതെ എന്ന് പറയും. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ മതങ്ങളും കണക്കാണ്, എല്ലാ മതത്തിലും ഇതേപോലെ പ്രശ്നമുണ്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അതെ, തീർച്ചയായിട്ടും എല്ലാ മതത്തിലും പ്രശ്നമുണ്ട്. ഇസ്ലാമിൽ തന്നെ നോക്കൂ, അടുത്ത സ്റ്റെപ്പ് അതാണ്. ഈ മുഹമ്മദ് നബി ഇതേപോലെ 6 വയസ്സിൽ പെണ്ണിനെ കെട്ടി ഇങ്ങനെ ഇതൊക്കെ വളരെ മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പറയരുത്, മുഹമ്മദ് നബീനെ തൊട്ട് പറയരുതെന്ന് പറയും. അവിടെ നമ്മളൊന്ന് നോട്ട് ചെയ്യുക, അതൊരു റെഡ് ഫ്ലാഗാണ്. അപ്പോൾ മറ്റു മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവർ ഓക്കെയാണ്, എല്ലാ മതത്തിലും പ്രശ്നമുണ്ടെന്ന് പറയുന്നിടത്ത് ഇവർക്ക് ഓക്കെയാണ്. ഇസ്ലാമിലൊരു കാര്യം നമ്മൾ സ്പെസിഫിക് ആയിട്ട് മുഹമ്മദ് നബീനെ ചൂണ്ടി പറഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്യും. അത് ഒരു സൂചനയാണ്. ഇത് നിങ്ങൾക്ക് ആർക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ് ഈ 3 സ്റ്റെപ്പ്. ഇത് നിങ്ങൾക്ക് ആർക്കും ചെയ്യാം. ഇതുണ്ടെങ്കിൽ നിങ്ങളിത് പലതവണ ചെയ്ത് നോക്കുക, പല ഘട്ടങ്ങളിലായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഇത് കൺസിസ്റ്റൻ്റ്ലി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. അപ്പോൾ അവർ എന്താ ചെയ്യുന്നത്, മറ്റു മതങ്ങളെ വിമർശിക്കുന്നിടത്ത് കൂടുകയും സ്വന്തം മതത്തിൽ വിമർശനം വരുന്നിടത്ത് അത് കൂടാതിരിക്കുകയും ചെയ്യും. ഈ സെയിം സാധനം നിങ്ങൾ ഒരു സനാതനി ഡിറ്റക്ഷൻ ടൂൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഹിന്ദു മതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കുക, ഇതിങ്ങനെയല്ല ഉണ്ടാവുക. അവിടെ അവർ പറയും എന്ത് അതൊക്കെ കുറേയൊക്കെ ഐതിഹ്യമാണല്ലേ, ഐതിഹ്യമാണ്, മിത്താണെന്ന് പറയാൻ സമ്മതിക്കുന്ന ഹിന്ദുക്കൾ. എൻ്റെയൊക്കെ ഹിന്ദു സുഹൃത്തുക്കൾ അങ്ങനെയായിരുന്നു. ഈ ഗണപതി അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഹനുമാൻ്റെ ഒക്കെ കഥകളൊക്കെ നമ്മൾ ജയ് ഹനുമാനൊക്കെ കണ്ട് വളർന്ന ആൾ, ഞങ്ങൾ പരസ്പരം ഇതൊക്കെ സംസാരിക്കുമായിരുന്നു. മഹാഭാരതം പോലും മിത്താണ്. അതെ, അപ്പം ഞങ്ങളിതൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവർ തന്നെ പറയും ഇതൊക്കെ ഐതിഹ്യമല്ലേ, ഞങ്ങൾ കളിയാക്കും. അപ്പോൾ അവർ പറയും ഇതൊക്കെ ഐതിഹ്യമല്ലേ, കഥയിൽ ചോദ്യമില്ല എന്നൊക്കെ ഇങ്ങോട്ട് പറയും. പക്ഷെ അങ്ങനെ ഒരു ആംഗിളിൽ കാണാൻ ഒരു മുസ്ലിം, അത് ചെറിയ മുസ്ലിം ആണെങ്കിൽ പോലും പറ്റില്ല. അപ്പം കാണാത്ത ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളെ നമ്മൾ എന്തെന്നാ വിളിക്കുക, തീവ്രവാദി അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള വ്യൂ ഉള്ള ആൾ, ഇങ്ങനെയാണല്ലോ നമ്മളതിനെ കാണുക. അപ്പോൾ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ ഒരു വ്യൂ പറയുന്നതെന്ന് വിചാരിക്കുക, അത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പം നമ്മുടെയൊക്കെ ഈ കോൾ പരിപാടി ഉണ്ട്, ഫോണിൻ പരിപാടി, അതിനകത്ത് കോയ കോളിംഗ് തന്നെ ഫോണിൻ പരിപാടികളിൽ ഇതുപോലെ അനുഭവങ്ങൾ പറയുന്ന എത്ര ആളുകളുണ്ട്. അവരുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടുന്നു, 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വരുന്നു, ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളാണ് വന്നിട്ട് പറയാം ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന സാധനം പറയുന്ന ആളെ തീവ്രവാദി എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ നിങ്ങൾ തീവ്രവാദി എന്ന് വിളിക്കേണ്ടി വരില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ഇത് തീവ്രവാദി എന്ന് വിളിക്കുകയോ വിളിക്കില്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഈ മതം തലയ്ക്ക് പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് മാത്രമേ ശരിയുള്ളൂ, വേറെ ഒന്നും ശരിയില്ല. ഒരു എക്സ്ക്ലൂസീവിസം ഉണ്ട് ഇതിനകത്ത്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അത് മുസ്ലിങ്ങൾക്ക് തീരെ പത്യമില്ലാത്തൊരു കാര്യമാണ്.
ഇതിനെക്കുറിച്ച് അംബേദ്കർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഹിന്ദു മതത്തിലുള്ളതും അതിനേക്കാൾ കൂടുതലും പ്രശ്നം ഇസ്ലാമിലുണ്ട്. പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട്. അതായത് ഹിന്ദു മതത്തിനകത്ത് നിന്ന് അതിനെ നവീകരിക്കാൻ വേണ്ടി ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു റിഫോർമേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് അതിൽ ഉണ്ടാവുന്നുണ്ട്. ഇസ്ലാമിൽ അത് ഉണ്ടാവുന്നില്ല. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇതുകൊണ്ടാണ് ഞാൻ ഈ മതത്തിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാ മതം ഒരേപോലെ അല്ലേ എന്നൊക്കെ ചോദിക്കും. അല്ല, റിഫോർമേഷൻ ഉണ്ടാവുന്ന റിഫോർമേഷൻ സ്കോർ, ഞാനൊരു സ്കോറും ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഓരോ ആശയങ്ങൾ നിങ്ങൾ എടുക്കുക. കമ്മ്യൂണിസം പോലും മാറിയില്ലേ? കമ്മ്യൂണിസം ഒരു മതമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സാധനം അവർ പിന്തുടരുന്നത് ഒരു മതം തന്നെയാണ്. അവർക്ക് അതിനകത്തൊരു പ്രവാചകനുണ്ട്, അവർക്കൊരു പുസ്തകമുണ്ട്. അതിൽ നിന്ന് മറ്റേ വിശ്വാസം നഷ്ടപ്പെട്ട അത് കാഫിറാവുന്ന പോലെ അതിനകത്ത് കരിങ്കാലിയാവും. അതിനകത്തുനിന്ന് അങ്ങനെ എല്ലാം അവർക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആളുകൾ, കമ്മ്യൂണിസ്റ്റ്, അപ്പുറത്താണെങ്കിൽ ബൂർഷ്വാസി, കാഫിർ എന്ന് വിളിക്കുന്നവർ, എല്ലാം നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുപോലും മാറി. നിയോ കമ്മ്യൂണിസം പല പേരിൽ വരുന്നത്, നിയോ മാർക്സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്നു. പക്ഷേ ഇസ്ലാമിൽ അത് വന്നിട്ടില്ല. ഇസ്ലാമിൽ ഇപ്പോൾ നമ്മൾ പറയുന്നു ഇറാനിൽ മാറും, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ മാറുന്നു, സൗദിയിൽ മാറുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഒരു മൊല്ലാക്ക വിചാരിച്ചതൊക്കെ തിരിച്ചു വരും. കാരണം ഇതിൻ്റെ ആളുകളിലുള്ളതിൻ്റെ ബോധം മാത്രമേ മാറുന്നുള്ളൂ. ഈ അടിസ്ഥാനപരമായിട്ട് ഈ കിതാബ് തള്ളുക എന്ന് പറയുന്നൊരു സാധനോട് വരുന്നില്ല. ഇതിൽ തെറ്റുണ്ടാകാമെന്ന് ആരും സമ്മതിക്കുന്നില്ല. ഓക്കെ, ഇതൊക്കെ ശരിയാണ്, ഇന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. ഒന്ന് വെയിറ്റ് ചെയ്യുക, പറ്റുമ്പോൾ നമുക്ക് എടുക്കാം. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ എങ്ങനെയാണ് നവീകരണം സാധ്യമാവുക? അവിടെയാണ് മറ്റുള്ള ആളുകൾ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായാലും ലിബറൽസ് ആയാലും പുരോഗമനവാദികൾക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം അതാ. അവരെല്ലാം ചെയ്യുന്നത് തൽക്കാലത്തേക്ക് ഇതിനെ സംഘപരിവാറുണ്ട്, ഇപ്പോൾ നമ്മൾ മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ചില ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത കാര്യങ്ങളൊക്കെ മാത്രം പറഞ്ഞിങ്ങനെ പോകും. അതൊന്നും അതിൽ കൂടുതലൊന്നും ചെയ്യാൻ ഒരു നിൽക്കില്ല. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു നവോത്ഥാന ഒരു നീക്കം, മുന്നേറ്റം, അതിന് സാധ്യമാകുന്ന സംഗതികളെല്ലാം തന്നെ തടയപ്പെടുകയാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ വക്കം മൗലവി ആയാലും ചേരമാൻ മൗലവി ആയാലും അവരും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഖുറാനിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്നുള്ള രീതിയിലല്ലേ. വക്കം മൗലവീനെ ഞാൻ ആ ഒരു ഗണത്തിൽപ്പെടുത്തില്ല. ഓക്കെ, കാരണം അത് പൊതുവെ ആളുകൾ പറയുന്നുണ്ട് ഇസ്ലാം മതത്തിൽ നവോത്ഥാന ഒരു ഐക്കണായിട്ടാണ് വക്കം ഈ മൗലവീനെയൊക്കെ പൊക്കിക്കൊണ്ടുവരിക. സത്യത്തിൽ അവരൊക്കെ സലഫിസ്റ്റുകളാണ്. പ്യൂരിറ്റാനിസം ആണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഉള്ള ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ളതാണ്, നമുക്കത് പറ്റില്ല, നമുക്ക് ഒറിജിനൽ ഇസ്ലാമിലേക്ക് പോകണമെന്ന് പറഞ്ഞ ആളുകളാണ് ഇവരൊക്കെ. അതാണ് തീവ്രവാദത്തിൻ്റെ തുടക്കം. ഓക്കെ, അത് ഡേഞ്ചറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സലഫി ആശയം ഇവിടെ കൊണ്ടുവരാന്ന് പറയുന്നത് തെറ്റാണ്, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ചേരമാൻ മൗലവിയോ ഇതുപോലുള്ള ആളുകൾ പൊതുവെ ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം ഇതാണ്. ഈ പ്യൂരിറ്റൻ വിശ്വാസങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇസ്ലാമിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇസ്ലാമിൻ്റെ ഭാഗത്തും തെറ്റുണ്ടാകാം. ഇപ്പോൾ ഞാൻ പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരുവൊക്കെ ഉള്ള മാതിരി ആ ഒരു ലെവലിലൊക്കെ ഇസ്ലാമിലും ചില കാര്യങ്ങൾ മാറ്റണം, അത് ശരിയല്ല, ഹിന്ദു മതത്തിൽ ചില കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ കാണിച്ച മാതിരി ഇസ്ലാമിൽ പറയാൻ ഒരാളില്ല. ആ പറഞ്ഞ ആൾ ഇന്ന് അയാളെ ശവം പോലും കിട്ടിയിട്ടില്ല. ചേകനൂർ മൗലവിയാണ്. ആളെവിടെ പോയി? അപ്പോൾ നമുക്കിന്ന് നമ്മളുടെ ഒരു നോൺ ഹിസ്റ്ററിയിൽ, നമ്മളുടെ ഒരു റീസെൻറ്റ് ഹിസ്റ്ററിയിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരാൾ ചേകനൂർ മൗലവിയാണ്. അയാളെ കൊല്ലുകയല്ലേ ചെയ്തത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിലൊരു നവോത്ഥാന ശ്രമമൊന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഉണ്ടായി എന്ന് പറയുന്ന ആളുകളെ ഇവർ തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ അക്ബർ ചക്രവർത്തിനെ കുറിച്ച് പറയും അല്ലേ, അക്ബറിനെ ഇവർ കാഫിർ എന്നല്ലേ വിളിച്ചത്. അല്ലാതെ ഒരു നവോത്ഥാന ശ്രമം നടത്തിയ ഒരാളെ ഗുരു എന്ന് ഹിന്ദുക്കൾ വിളിക്കുന്ന പോലെ ഇതിൽ ഒരാളെയും അങ്ങനെ വിളിച്ചിട്ടില്ല. കാഫിർ എന്നേ വിളിച്ചിട്ടുള്ളൂ. ആ കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ കണ്ണിൽ ഒരു തെറിയാണ്. ഓക്കെ, അത് അവർ നരകത്തിൽ കടന്ന് പുഴുക്കേണ്ട ആളുകളാണ് എന്നതാണ് ആ കെറിയുടെ ബാക്കി. അപ്പോൾ അവിടെ എവിടെയാണ് അപ്പോൾ ഒരു ഹിന്ദു മതത്തെ നവീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ എതിർത്ത് പറയുന്ന ആളെ ഗുരു എന്ന് വിളിക്കാൻ കാണിക്കുന്ന ഒരു പൊസിഷൻ ഇപ്പുറത്ത് ഹിന്ദുക്കളുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതിനോട് ഇക്വേറ്റ് ചെയ്യാൻ എന്താണ് ഇപ്പുറത്തുള്ളത്? അവിടെ ഇല്ല എന്നുള്ളതാണ്. ആ കൂടി ഉണ്ടായിരുന്ന ആളെ ശവം പോലും കിട്ടിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ നവോത്ഥാനമൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് അകത്ത് നിന്ന് വിമർശിച്ചൂടെ എന്ന്. നമുക്ക് ആരോ ഒരു മോഡലുള്ള അകത്ത് നിന്ന് വിമർശിക്കാൻ, ഇന്ന ആൾ ചെയ്യുന്നുണ്ടല്ലോ അയാളെപ്പോലെ നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കാൻ ഒരാളുണ്ടോ ഇസ്ലാമിൽ? ഇല്ല. അതാണ് എൻ്റെ പ്രശ്നം. ലോകത്തെവിടെ ഇല്ല. ഇസ്ലാമിൻ്റെ മുഹമ്മദ് നബി ജീവിച്ച സമയത്തില്ല, അത് മരിച്ചു കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഇല്ല, എവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വന്ന ആളുകളെ മുഴുവൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സൗദിയിലെ രാജകുമാരൻ MBS കുറിച്ച് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ആൾ കുറേ കൂടി പുരോഗമനപരമാണ്, ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നു. അയാളെന്താ യഥാർത്ഥ ഈ വിശ്വാസികൾ പറയുന്നത്? അയാളെ എതിർക്കല്ലേ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഇറാൻ ആക്രമണം നടത്തുന്നു. ഇറാൻ ആക്രമണം നടത്തുന്ന സമയത്ത് സൗദി, കുവൈത്ത്, ഖത്തർ, UAE എല്ലായിടത്തും ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്.
മുസ്ലിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നത്? ഇറാന്റെ കൂടെ. ഇറാനോട്. എന്താ അവർ പറയുന്നത് റീസൺ? കാരണം അവരെ ഒരു വലിയൊരു ലീഡർ എന്നുള്ള രീതിയിലാണ് അഭിസംബോധന അതെ, ചെയ്യുന്നത്. അവർ പറയണത് എന്താ, അതായത് ഈ അറബ് രാഷ്ട്രങ്ങളൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പം നമ്മളുടെ, അതായത് ഇസ്ലാം വലിയ പ്രശ്നമാണ്, അത് ഭയങ്കര കാടത്തമാണ്, മനുഷ്യന് സ്വാതന്ത്ര്യം തരില്ല, അത് സ്ത്രീ വിരുദ്ധമാണ്, ബാലവിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, സെക്യുലർ വിരുദ്ധമാണ്, വ്യക്തി സ്വാതന്ത്ര്യ വിരുദ്ധമാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇവരെല്ലാവരും ചോദിച്ചിരുന്ന ചോദ്യം എന്താ, അപ്പോൾ എന്താ സൗദി എന്താ, അപ്പോൾ UAE നിങ്ങൾ അറബ് ഇസ്ലാമിക രാജ്യമല്ലേ? ഇതൊക്കെയായിരുന്നു ഇന്നാൾ ചോദിച്ചിരുന്നത്. ഇപ്പോൾ എന്താ ഇവർ പറയണത്? ഇവർ പറയണത് ഇറാനാണ് ഒറിജിനൽ രാജ്യം, ഒറിജിനൽ ഇസ്ലാം ഇറാനാണ്. ഈ പറയുന്ന സൗദിയും UAE ഒക്കെ കപട ഇസ്ലാമാണ്. എന്ന് വെച്ചാൽ അവർ ഇസ്ലാമിനെ കൊളന്തുകൊണ്ടാണ് ചെയ്തത്. അവർക്ക് ജൂതവിരുദ്ധത പോലും ഇല്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒറിജിനൽ ഇസ്ലാമിന് എന്ത് വേണം? ജൂതവിരുദ്ധത വേണം. ആ ജൂതവിരുദ്ധ ആരൊക്കെ അപ്പോൾ ഉള്ളത്? അത് ഇറാനേ ഉള്ളൂ, ഇവരാരും ഇല്ല. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഇറാനിൽ നിന്നും നമ്മളുടെ ഇസ്രായേലിലേക്കൊരു മിസൈൽ വിടുമ്പോൾ അത് ആരൊക്കെ തടയുന്നത്? ജോർദാൻ്റെ എയർ സ്പേസിൽ, സൗദിയുടെ എയർ സ്പേസിലൊക്കെ കടന്ന്, അതും കഴിഞ്ഞ് ഇനിയിപ്പോൾ ബഹ്റൈൻ വെള്ളം പോയി അത് തടഞ്ഞ്, ഖത്തർ വരെ ഇപ്പോൾ തടയുന്നു, അതും കഴിഞ്ഞ് എന്നിട്ടുമാണ് ഇസ്രായേലിലെത്താൻ. അപ്പോൾ ഇസ്രായേലിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇന്ന് സത്യത്തിൽ എത്ര രാജ്യങ്ങളുണ്ട്? പലപ്പോഴും ഈ സൗദിയുടെ അടക്കമുള്ള ഫൈറ്റർ ജെറ്റ്സ് ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിൽ മുന്നിലാണ്. അപ്പോൾ ജൂതനെ ഇന്ന് രക്ഷിക്കുന്നത് ആരാ? അവർക്ക് ഇന്ന് സഹായം കൊടുക്കുന്നത് ആരാണ്? സത്യത്തിൽ മുസ്ലിമാണ്. അത് ഇസ്ലാമിൻ്റെ കണ്ണിൽ എന്താണ്? അത് ഇസ്ലാമിക വിരുദ്ധമാണ്. അന്ത്യനാൾ സംഭവിക്കില്ല അവസാനത്തെ ജൂതനെ കൊന്നു തള്ളുന്നത് വരേക്കും. അന്ത്യനാളാകുമ്പോൾ ഒരു യുദ്ധം വരും. ആ യുദ്ധത്തിൽ മുസ്ലിമും ജൂതനും തമ്മിൽ പൊരിഞ്ഞ അടിയായിരിക്കും. ആ അടിയിൽ ജൂതൻ കല്ലിൻ്റെയും മരത്തിൻ്റെയും പിന്നിൽ ഒളിക്കും. അപ്പോൾ കല്ലും മരമൊക്കെ വിളിച്ച് പറയും, ഓ മുസ്ലിമേ, എൻ്റെ പിന്നിലൊരു ജൂതനുണ്ട്, വന്ന് കൊല്ല് എന്ന് പറയും. ഒരു മരം ഒഴികെ. ആ മരമാണ് കർക്കത് മരം. ഇതാണ് ഹദീസിലുള്ളത്. അപ്പോൾ നമ്മളിത് പറയും, ഇത് ഏതോ കിതാബിൽ ഏതോ തലയില്ലാത്ത ആൾ എഴുതി ഹദീസ് എന്നൊക്കെ വിളിക്കും. അതിന് നമുക്ക് എന്താണെന്നാണ് നമ്മൾ ചോദിക്കുക. നിങ്ങളിത് ഇപ്പോൾ നടക്കുന്ന ഈ ഫലസ്തീൻ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര നടത്തുന്ന കുറേ മണ്ണുണ്ണികളുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവർ ഈ പറയുന്ന കാക്കാമാരെ, ഈ വിശ്വാസികളെ കൊണ്ടുപോയിട്ട് പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ച് ഈ യാത്രയൊക്കെ നടത്തിയിട്ട് അവിടെ പോയിട്ട്, അതെ ഈ മരം കണ്ടില്ല, ഇതാണ് കർക്കത് മരം, ഈ മരത്തിൻ്റെ പിന്നിലാണ് ജൂതൻ ഒളിക്കുന്നത് നമ്മുടെ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. എന്താല്ലേ, മാഷാ അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് കഥയാണെന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഇത് കാണിക്കുകയും ചെയ്യും. ഇത് കാണിക്കാൻ, ഇത് ചെയ്യുമ്പോൾ ഇതിനകത്ത് മുസ്ലിങ്ങൾ പൈസ വരെ കൊടുത്തിട്ട് ഇത് ചെയ്യുന്നു. ഇതിവിടെ പ്രസംഗിക്കുന്നു, വെള്ളിയാഴ്ച പള്ളിയിൽ പ്രസംഗിക്കുന്നു, ഇവിടുത്തെ മദ്രസകളിൽ പഠിപ്പിക്കുന്നു. കേരളത്തിൽ മലയാളത്തിൽ നടക്കുന്ന കാര്യം ഞാൻ പറയുന്നത്, ഞാനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ഇവിടെ ഈ സാധനം നിലനിൽക്കുന്നത്. ഇത് എത്ര പേര് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവും? അപ്പോൾ അന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവില്ലേ? ഞാനും വിശ്വസിച്ച് നടന്നിരുന്ന ആളല്ലേ. ഞാൻ എപ്പോഴാണ് അത് അവിശ്വസിക്കാൻ തുടങ്ങുന്നത്? ആദ്യമായിട്ടൊരു ജൂതനെ നേരിട്ട് സംസാരിക്കാൻ കിട്ടിയപ്പോഴാണ്. ഇവർ നമ്മളെ മാതിരി മനുഷ്യന്മാരാണല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നപ്പോഴാണ്. അതുവരെ നമ്മളെ തലയിൽ എന്താണ്? ജൂതന്മാർ ജ്യൂസ് കുടിക്കരുത് കേട്ടിട്ടുണ്ടാവും. അതെവിടുന്നാണ് വന്നത്? ആ ഉസ്താദ് ക്ലാസ് എടുക്കുന്നത് ജ്യൂസ് കുടിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ജ്യൂസ് അല്ല, ജ്യൂസ് വളരെ മോശമാണ് കുടിക്കുന്നത്. നമ്മൾ പഴം കഴിക്കുകയാണ് വേണ്ടത്. അത് ഒരു ന്യൂട്രീഷണൽ അഡ്വൈസ്. പക്ഷേ ഒരു ഉസ്താദാണ് പറയുന്നത്. അപ്പോൾ ഉസ്താദ് ആ പറയുന്ന സാധനം ആളുകളെ തലയിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടും അത് ഒരു നല്ലൊരു നിർദ്ദേശമായിട്ട് ഒരു നിർബന്ധിതമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഉപയോഗിക്കുന്നത് എന്താ? ജൂതന്മാരെയാണ്. അപ്പോൾ ക്ലാസ്സിൽ ജ്യൂസ് എടുക്കുമ്പോൾ ജൂതന്മാർ അത് ഓർമ്മ വരണം. അപ്പോൾ ക്ലാസ് അവിടെ വെക്കും. പഴത്തിനോടും ജ്യൂസിനോടും നിങ്ങൾക്ക് എതിർപ്പും അല്ലെങ്കിൽ കുടിക്കണം എന്നുള്ള വലിയ ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ജൂതൻ കടന്നു വന്നാൽ നിങ്ങൾക്ക് വെറുപ്പ് വരും. നിങ്ങളത് അവിടെ വെക്കും. ഇതാണ് ആ സാധനം അവിടെ കണക്ട് ചെയ്യുന്നതിൻ്റെ കാരണം. ഇത് ന്യൂട്രീഷണൽ അഡ്വൈസ് കൊടുക്കാൻ വരെ ഉപയോഗിക്കുന്നു. ഇത് പിന്നെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഒച്ചപ്പാടായി. അത് ഉസ്താദ് നാറുന്നൊരു അവസ്ഥ വന്നപ്പോൾ പുള്ളി അത് മെഴുകിയൊക്കെ വന്നു. പക്ഷെ അതോടുകൂടി കാര്യം തീരുമാനമായി. ഇതാണ് ഇസ്ലാമിലെ ഓരോ മുസ്ലിമിൻ്റെ ഉള്ളിലേക്ക്. ഇത് ഞാൻ ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകളിൽ പറയുന്ന കാര്യമല്ല പറയുന്നത്. അതായത് ഇതൊക്കെ നമ്മുടെ സാധാരണ വീടുകളിൽ നടക്കുന്ന ചർച്ചയിലും സാധാരണ മദ്രസയിൽ നടക്കുന്ന അധ്യാപനങ്ങളിലും പള്ളി ദർസുകളിലും വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ സംസാരിക്കുന്ന നോർമൽ വിഷയമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, സാധാരണ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറയുന്നത് അമിതമായ ജൂതന് വിരുദ്ധമായിട്ട് കാണുക, ജൂതവിരുദ്ധത ഉണ്ടാവുക, ജൂതനെ കണ്ട കൊല്ലണം എന്ന് വിചാരിക്കുക, ഇഞ്ചാതി സാധനങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ഏതെങ്കിലും തീവ്രവാദ കൂട്ടം, സങ്കേതം, ഇതൊക്കെയല്ലേ?
ഇത് നമ്മളെ മദ്രസയിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് അപ്പോൾ തീവ്രവാദ അധ്യാപനമാണ് നമ്മൾ പറയണ്ടേ? പറയണം. ഇതുള്ള ആ അധ്യാപനം കൊടുക്കുന്ന സാധനം ഒരു തീവ്രവാദ ആശയമാണ് നമ്മൾ പറയണ്ടേ? ഇത്രയല്ലേ നമ്മൾ പറയണുള്ളൂ. ഇതിനാണ് എല്ലാവരും കൂടി നമ്മൾ ഇത്രേ ചെയ്തുള്ളൂ. ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. ഇതിന്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത്, ഓരോ മുസ്ലിം വീടും ഓരോ താലിബാനാണ്. പച്ചയ്ക്ക് പറഞ്ഞ ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മുസ്ലിം വീടും ഓരോ താലിബാനാണ്, അല്ലെങ്കിൽ ഓരോ ഇറാൻ ഭരണകൂടം പോലെയാണ്. ഓരോ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓരോ മുസ്ലിം വീടുകളിലും നടക്കുന്നത് സ്ത്രീകളെ അടിച്ചമർത്തുക, അതല്ലെങ്കിൽ കുട്ടികളെ അടിച്ചമർത്തുക, ഇതുപോലുള്ള കാടൻ നിയമങ്ങൾ വെക്കുക. അപ്പോൾ നമ്മൾക്ക് അറിയാലോ, ഈ ഇങ്ങനെയുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നൊക്കെ താലിബാനാന്ന് നമ്മൾ പറയും. സ്ത്രീകൾ പുറത്തിറങ്ങരുത്, വിദ്യാഭ്യാസിക്കാൻ പോകാൻ പാടില്ല, ഇങ്ങനെ പലത് പറയുന്നു. പിന്നെ ഭാര്യ ഭർത്താവിനനുസരിക്കൽ, ഭാര്യനെ അടിക്കാം ഒക്കെ നമ്മൾ പറയുന്നു. എല്ലൊടിഞ്ഞ് ഇല്ല എന്നുണ്ടെങ്കിൽ അടിക്കുന്നതിന് കുഴപ്പമില്ല, ഇതൊക്കെയാണല്ലോ. ഇതെല്ലാം മുസ്ലിം വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഏറിയും കുറഞ്ഞും. ഇനി നടന്നില്ലെങ്കിൽ പോലും ഇത് ചെയ്താൽ തെറ്റില്ല എന്നാണ് ഇവരൊക്കെ വിശ്വസിക്കുക. അത് കോയാക്കോളിയും കേട്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഇവരിതിനെ ന്യായീകരിക്കുന്നത്, അടിമയെ വെക്കുന്നത്, അടിമയെ ബലാത്സംഗം ചെയ്യുന്നവരെ ഓക്കെയാണെന്ന് പറയുന്ന ആളുകളാണ് ഇവിടുത്തെ വിശ്വാസികൾ. അത് നമ്മൾ പറയുമ്പോൾ അതെന്തോ മോശമായിട്ട് പറയും. അതേപോലെ ഓരോ വിഷയം നിങ്ങളെടുത്ത്, ഇപ്പോൾ ഫെമിനിച്ചി പാത്തുമ്മ, ആ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മുസ്ലിം സ്ത്രീകൾക്ക് വളരെയധികം അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ സിനിമ വരുമ്പോൾ. പക്ഷെ മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാണ്. അതേപോലെ തന്നെയാണ് ഈ ബിരിയാണി സിനിമ വരുമ്പോൾ ഹിന്ദു സ്ത്രീക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹിന്ദു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് എക്സാജറേഷൻ അല്ലേ എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ സാധനം ബാധിക്കുന്ന ആളുകൾക്കാണ് അതെപ്പോഴും എഫക്റ്റ് ചെയ്യുക, അത് തിരിച്ചറിയാൻ പറ്റുക. കേരള സ്റ്റോറിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും അതിനകത്തുള്ള ആ എലമെൻ്റ് ആരെയാണോ അത് ബാധിച്ചത് അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ എത്ര ഈ ലവ് ജിഹാദിൻ്റെ ഇരകളോട് സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ അറിയാം? ഞാൻ കാണുകയും അവരെ ഇത് രക്ഷിക്കാനുള്ള വഴി നോക്കി ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവർ നമ്മുടെ അടുത്ത് വരും, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്താൻ വേണ്ടി വരെ നമ്മളെ സമീപിക്കാറുണ്ട്. സാറേ, എൻ്റെ മോൾ ഇങ്ങനെ ഒരു മുസ്ലിം പയ്യനായിട്ട് വലിയ സ്നേഹത്തിലാണ്, ഇങ്ങനെ വീഡിയോ കാണുന്നു, സിനിമ കാണുന്നു, ആകെ പേടിയാണ്, ലവ് ജിഹാദാണോ എന്ന് ഉറപ്പിക്കാൻ സംശയം. ടെസ്റ്റ് നടത്താനാണോ? അല്ല, ഈ പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്താൻ വല്ല സംവിധാനം ഉണ്ടോ? അവൻ അവിടെ ദുബായിലാണ്, മലേഷ്യയിലാണ്, എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്ന അമ്മമാരുണ്ട്, ജനുവിനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ മനസ്സിലെന്താ, ജനുവിനാണ് ഈ കല്യാണം കഴിച്ചോട്ടെ, ഇല്ലെങ്കിൽ എൻ്റെ മോള് ഒരു വിഷമത്തിൽ ചെന്ന് ചാടരുത്, അതിനുള്ള മുൻകരുതൽ പോലെയാണെന്ന് പറഞ്ഞാണ് നമ്മളെ വിളിക്കുന്നത്. ചില അമ്മമാർ വിളിച്ചിട്ട് പറയാം, ഞാനിങ്ങനെ അന്വേഷിച്ചു, ആ പയ്യൻ ഇങ്ങനെയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു, അപ്പോൾ കല്യാണം ഒന്ന് മുടക്കാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിക്കുക. ഓരോ അമ്മമാരുടെ ഉള്ളിൽ കൂടെ പോകുന്ന കാര്യമായി പറയുന്നത്. അവരവരുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയ സംഭവം തന്നെയാണ്. ചില ആളുകൾ നേരിട്ട് നമ്മളെ വിളിക്കും, പെൺകുട്ടികൾ നമ്മളോട് നേരിട്ട് ചോദിക്കും, ഇതിങ്ങനെ കണ്ടു, നമുക്കിങ്ങനെ വേറെ അടുത്ത് പോകാനൊന്നും പറ്റില്ല, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം, ഇതാണ് എന്നോട് ചോദിക്കുക. അപ്പോൾ നമ്മൾ 2-3 ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കുന്നു. ഇന്ന പോലെയൊക്കെ കണ്ടോ, ഇന്നതൊക്കെ ഉണ്ടാവുകയോ, റെഡ് ഫ്ലാഗ്സ് നമ്മൾ ചിലത് ചോദിക്കുകയാണ്. മതം മാറുക, അതുപോലെ സ്വന്തം മതത്തിന് സംസാരങ്ങൾ, ഒരു ആവശ്യമില്ലാത്തടത്ത് ചുമ്മാ മതം കൊണ്ടുവരിക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടോളം പറയും. അങ്ങനെ എത്ര ബന്ധങ്ങൾ, പ്രണയങ്ങൾ ഞാൻ തകർത്തിരിക്കുന്നു. അതൊക്കെ വളരെ സിമ്പിളായിട്ട്. അതേപോലെ എത്ര കല്യാണങ്ങൾ നമ്മൾ നടത്തി കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഗവൺമെന്റ് ചെയ്ത മാതിരത്തെ ഉടായ്പ പരിപാടിയല്ല, അല്ല, അതൊന്നുമല്ല. അതായത് ഒറിജിനലായിട്ട്, അതെ, മൈനറാണെന്നാണ്. ഇതങ്ങനെയല്ല. അതായത് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വിഷയമുണ്ടോ എന്ന് അവർ നമ്മളോട് ചോദിക്കുകയും അന്വേഷിക്കുകയും, പയ്യനുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു, എന്നിട്ട് നമ്മളൊരു ഏകദേശം രൂപം കിട്ടുന്നു, എന്നിട്ട് അവരോട് ഇത് കുഴപ്പമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ കല്യാണം കഴിച്ച ആളുകളുണ്ട്. അവരൊക്കെ വന്ന് സൽക്കരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ ഞാനതാ പറയുന്നത്, നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും വെക്കുന്നില്ല. പ്രണയമെല്ലാം ലവ് ജിഹാദാണ്, കൺവേർഷൻ ജിഹാദാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഉദ്ദേശമുള്ള ആളുകൾ ഇത് ചെയ്യുന്നത് കൊണ്ട് ഈ പ്രണയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഈ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയെന്ന് എല്ലാവരും സംശയിക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഉത്തരവാദികൾ സംഘികളോ മംഗികളോ ഒന്നുമല്ല, അത് ഈ പറയുന്ന ആളുകൾ തന്നെയാണ്. അത് സാധാരണ മുസ്ലിമിൻ്റെ ജീവൻ പോലും അപകടത്തിലാക്കുന്നു. ഒരു സാധാരണ മുസ്ലിമിന് ഒരു പ്രണയം നടത്തുമ്പോൾ അവനിപ്പോൾ സ്വന്തം മതത്തിൽ നിന്ന് പ്രണയിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ട്. ഒരു മതം മാറി പ്രണയിക്കാൻ പോലും പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ.